സ്വാഗതം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 വീഡിയോകൾക്ക് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് 4ാമതായൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും തിരുവോണം ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെപ്പോലെ തന്നെ ഞാനും തിരുവോണം ആഘോഷിച്ചു. അങ്ങനെ തിരുവോണം കഴിഞ്ഞു, ഔട്ടം കഴിഞ്ഞ് വൈകുന്നേരം അല്പം റിലാക്സ് ചെയ്യുമ്പോഴാണ് മനസ്സിലേക്കൊരു ചിന്ത കടന്നു വന്നത്. ഈ തിരുവോണം എന്ന് പറയുന്നത് ഒരു നൊസ്റ്റാൾജിയാണ്. എല്ലാവരും ഒരുപോലെ ആയിരുന്ന ഒരു കാലം. അതുതന്നെയാണ്, ആ പ്രശ്നമാണ് മലയാളിയെ ഹോണ്ട് ചെയ്യുന്ന ഒരു പ്രശ്നം. മലയാളിക്ക് പ്രസൻറ്റ് എന്നൊന്നില്ല. മലയാളിക്ക് പൊതുവെ നൊസ്റ്റാൾജിയാണുള്ളത്. ഇത്രയും മനോഹരമായ ഒരു ചരിത്രമുള്ള നാട്ടിൽ എന്തുകൊണ്ട് നമുക്ക് ഇന്നും ആ ഒരു നൊസ്റ്റാൾജിക്കായിട്ടുള്ള ആ ഒരു കാര്യം നടപ്പിൽ വരുത്താൻ കഴിയുന്നില്ല? അതായത് എല്ലാവരും ഒരുപോലെ, കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം, കള്ളപ്പറയും ചെറുനാഴിയും എന്നൊക്കെ പറയുന്ന ആ തരത്തിൽ നമുക്കെന്തുകൊണ്ടായിക്കൂടാ? പകരം നമ്മൾ അത്ര ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് മനസ്സിൽ ചിന്തിക്കുകയും അതിങ്ങനെ അയവിറക്കുന്ന, അതായത് നമ്മൾ പശുവിനെയൊക്കെ പോലെ അയവിറക്കി കഴിയുക, അതല്ല നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണത്. ഇപ്പോഴും നടപ്പിലാക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ച, ഓരോ മലയാളിയും വിചാരിച്ചാൽ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോഴും എല്ലാവരും ഒരുപോലെ, കള്ളവുമില്ല, ചതിയുമില്ല, കള്ളപ്പറയും ചെറുനാഴിയുമില്ലാത്ത, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ലാത്തൊരു കാലം നമുക്കിപ്പോഴും ഓരോ വ്യക്തികളും വിചാരിച്ചാൽ നടപ്പിൽ വരുത്താവുന്ന കാര്യമാണ്. പക്ഷേ പകരം നമ്മൾ ചെയ്യുന്നത്, ഇപ്പം നമ്മളുടെ സൗകര്യം അനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോവുക, പകരം നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഒരു കാലഘട്ടത്തെ ഓർത്തുകൊണ്ട് അയവിറക്കിക്കൊണ്ട് ഒരാഘോഷം സംഘടിപ്പിക്കുക എന്നുള്ള കേവലമായുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായിട്ടല്ല. ഇപ്പം എനിക്ക് 55 വയസ്സായി. ഓർമ്മയായ കാലം മുഴുവൻ ഏകദേശം ഒരു 52 വർഷത്തോളമായിട്ട് ഞാൻ കാണുന്നതാണ്. എല്ലാവരും കാണാൻ വിറ്റ് ഓണമുണ്ണും. പക്ഷേ നമുക്ക് ആ കാലഘട്ടത്തെ, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ആ ഓണം എന്ന ഓർമ്മ, മാവേലി, എല്ലാവരും ഒരുപോലെയുള്ളൊരു കാലം നമ്മൾ ഓരോ വ്യക്തികളും വിചാരിച്ചാൽ നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് ഓരോ വ്യക്തിക്കും അറിയാമെങ്കിലും, പക്ഷെ അത് നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചില കാര്യങ്ങളിൽ നമ്മൾ ചില വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മലയാളികൾ കേരളത്തിൽ വളരെ അഗ്രസീവാണ്. എല്ലാ വിഷയത്തിലും അഗ്രസീവാണ്. ഒരു നിയമങ്ങളും അനുസരിക്കില്ല. എല്ലാത്തിനും ചോദ്യം ചെയ്യും. ആര് പറഞ്ഞാലും ഒന്നും. നമ്മുടെ റൈറ്റ്സിനെ പറ്റി നമുക്കെല്ലാം ബോധ്യമുണ്ട്. പക്ഷെ നമ്മുടെ കർത്തവ്യങ്ങളെപ്പറ്റി നമുക്ക് അത്ര ബോധ്യമുണ്ടെങ്കിലും ബോധപൂർവ്വം നമ്മളങ്ങ് മറന്നു കളയും. പക്ഷേ മലയാളി ഈ കേരളത്തിൻ്റെ ബോർഡർ കടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്നാലോ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ബോർഡർ കടന്ന് വേറൊരു രാജ്യത്തേക്ക് എന്നാലോ, ഇത്രയും നിയമം അനുസരിക്കുന്ന, ഇത്രയും കഠിനാധ്വാനികളായിട്ടുള്ള, ഇത്രയും ലോയലായിട്ടുള്ള മനുഷ്യരെ നമുക്ക് കാണാനേ കഴിയില്ല. അതുപോലെ തന്നെ സഹജീവികളോട്, അതായത് നമ്മൾ ഒരു മലയാളി മറ്റൊരു മലയാളിയോട് ഇത്രയും സഹാനുഭൂതിയോടും സഹവർത്തിത്വത്തോടും പെരുമാറുന്ന കൂട്ടായ്മ, അതാണ് ഇപ്പം നമ്മൾ ടി വിയിലൊക്കെ നോക്കിയാൽ കാണാം. കേരളത്തേക്കാൾ കൂടുതൽ നമ്മുടെ ആഘോഷങ്ങളെല്ലാം നടക്കുന്നത് വിദേശങ്ങളിലാണ്. കാരണം അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ കേരളത്തിൻ്റെ മഹത്വത്തെപ്പറ്റി ഓർക്കുന്നത്.
അപ്പോൾ അത് മാത്രം നമ്മൾ ചിന്ത തിരിച്ച് ഞാൻ വേറൊരു കാര്യം പറയാം, തിരിച്ച് അവർ ഈ പറയുന്ന വിദേശ മലയാളികൾ തിരിച്ച് അവർ താമസിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വിദേശ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഫ്ലൈറ്റിലോ ട്രെയിനിലോ കാലെടുത്ത് തിരിച്ച് കേരളത്തിലേക്ക് വരാനായിട്ട് കാലെടുത്ത് വയ്ക്കുന്ന ആ നിമിഷം മുതൽ അവരുടെ സ്വഭാവം തനി മലയാളികളുടേതായിട്ട് മാറുന്നു. അവർ എല്ലാ നിയമങ്ങളെയും കാറ്റിപ്പറത്തിക്കൊണ്ട് എൻ്റെ കാര്യം സ്വന്തം കാര്യം സിന്ദാബാദ് എന്നുള്ള നിലയിൽ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ സ്വഭാവം അവരിലേക്ക് തിരിച്ചെത്തുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെല്ലാം ഈ ലോകം മുഴുവൻ കാണുകയും എല്ലാം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഈ മലയാളി എന്തുകൊണ്ട് കേരളത്തിൻ്റെ ഈ ഭൂമികയിലേക്ക് എത്തുമ്പോൾ എനിക്കൊന്നും തന്നെ ബാധകമല്ല, ഞാനാണ് രാജാവെന്നുള്ള മട്ടിൽ പെരുമാറുന്നത് എന്ന് എനിക്ക് ഒരു കാലത്തും പിടികിട്ടിട്ടില്ല. അതിനൊരു ചെറിയ ഒരു കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഇന്ത്യയിലെ ധവള വിപ്ലവത്തിൻ്റെ, അതായത് പാലുൽപാദനത്തിൻ്റെ വക്താവായിട്ടുള്ള ശ്രീ വർഗീസ് കുര്യൻ എന്ന് പറയുന്ന മഹാനായ വ്യക്തി, അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഞാൻ വായിച്ചൊരു കാര്യമാണ്. അതിൽ അദ്ദേഹം കേരളത്തിലെത്തിയപ്പോൾ അന്നത്തെ മന്ത്രിയായിരുന്ന ശ്രീമതി ഗൗരിയമ്മ അദ്ദേഹത്തോട് ചോദിച്ചു, മിസ്റ്റർ കുര്യൻ, നിങ്ങൾ ഈ ഗുജറാത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടത് കേരളത്തിൽ ഒന്ന് ചെയ്തുകൂടാ എന്ന് ചോദിച്ചപ്പോൾ ശ്രീ വർഗീസ് കുര്യൻ്റെ മറുപടി ഇതായിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞത്, ഗുജറാത്തിൽ ഒരു എരുമ പോലും ഞാൻ പറയുന്നത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തയ്യാറാവും. പക്ഷെ കേരളത്തിലെ ഓരോരുത്തരും ഓരോ വർഗീസ് കുര്യന്മാരാണ്. അങ്ങനെയുള്ളിടത്ത് എനിക്ക് ഒന്നും ചെയ്യാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ കൂടി എല്ലാവർക്കും എല്ലാം മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.